പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ ടൈപ്പ് 1 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇന്ന് എടുക്കുന്നത് ടൈപ്പ് 2, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു സെഡ്. ഈ 3 പാരാമീറ്ററിൽ വരുമ്പോൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ആർക്ക് ലെങ്ത് പാരാമീറ്റർ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു എസ് വരുമ്പോൾ എങ്ങനെ ചെയ്യാം എന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. Let C be the curve represented by the equation. Let capital C be the curve represented by the equation x equal to t, x equal to t, y equal to 3t square, next z equal to 6t cube, where 0 less than or equal to t less than or equal to 1, t less than or equal to 1. Question: in each of the following part, following parts, evaluate the line integral along C. Evaluate the line integral along C. First question. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ്, ദാറ്റ് ഈസ് ആർക്ക് ലെങ്ത് പാരാമീറ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സെഡ് ഇൻറ്റു ഡി എസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സെഡ് ഡി എക്സ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സെഡ് ഡി വൈ. Next, last question, integral over C x y z dz. Okay, അപ്പോൾ ഇത് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത മെത്തേഡ് ആയിരുന്നു. എന്നിരുന്നാലും ഒന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് അടുത്തത് ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു സെഡ് വെച്ച് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് സൊല്യൂഷൻ. നമുക്ക് തന്നിട്ടുണ്ട് കർവ് ഏതാ റെപ്രസെന്റഡ് ബൈ ദി ഇക്വേഷൻ, പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് നമുക്കറിയാം, വൈ അറിയാം, സെഡ് അറിയാം അല്ലേ. ദാറ്റ് ഈസ് ആർ ഓഫ് ടി. സി ഏതാണ്? സി എന്നുള്ള കർവ് ആർ ഓഫ് ടി ഈക്വൽ ടു സം എക്സ് ഓഫ് ടി ഐ, ദാറ്റ് ഈസ് ടി ഐ പ്ലസ് നെക്സ്റ്റ് 3t സ്ക്വയർ ജെ പ്ലസ് നെക്സ്റ്റ് 6t ക്യൂബ്. ഓക്കെ അല്ലേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ അറിയാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇതായിരുന്നു, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി സം എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഡി എസ്. ഈ ഫോമിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടിയുടെ ലിമിറ്റ് എ ടു ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് എഫിന്റെ അകത്ത് എക്സ് എന്താണോ എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് അതിന്റെ കൂടെ ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ചിട്ട് അതിന്റെ നോം എടുത്ത് മാഗ്നിറ്റ്യൂഡ് എടുത്ത് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്, ആർ ഓഫ് ടി നമ്മുടെ കയ്യിലുണ്ട്. ടിയുടെ ലിമിറ്റും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, first നമുക്ക് എന്ത് ചെയ്യണം? ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലെ. ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി. R dash of t equal to I plus t യുടെ ഡെറിവേറ്റീവ് 1 3t square, that is 6tj plus 3 into 6 into t cube, sorry 3 into 6 into t square, that is 18t square.
ഇതാണ് ആർ ഡാഷ് ഓഫ് ടി. നമുക്ക് വേണ്ടത് നോം ആർ ഡാഷ് ഓഫ് ടി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇതാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഐയുടെ കൂടെയുള്ള കോഫിഷ്യന്റ്, ഐയുടെ കോഫിഷ്യന്റ് സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് ജെയുടെ കോഫിഷ്യന്റ് സ്ക്വയർ ദാറ്റ് ഈസ് 6t ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് 18t സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതിന്റെ സ്ക്വയർ റൂട്ട് ആണ് ആർ ഡാഷ് ഓഫ് ടിയുടെ നോം മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1 പ്ലസ് 36t സ്ക്വയർ പ്ലസ് 18t സ്ക്വയർ ഹോൾ സ്ക്വയർ. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 18t സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് a സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് a സ്ക്വയർ പറഞ്ഞാൽ 1 വരും, 2 ഇൻറ്റു എ ഇൻറ്റു 18t സ്ക്വയർ പറഞ്ഞാൽ 36t സ്ക്വയർ വരും. നെക്സ്റ്റ് ഇതിന്റെ സ്ക്വയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് റൂട്ടിന്റെ അകത്ത് ഒരു സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ പറയുക? 1 പ്ലസ് 18t സ്ക്വയർ അല്ലേ. അപ്പൊ ഇതാണ് ആർ ഡാഷ് ഓഫ് ടി. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടുള്ളൂ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ ഇസഡ് ഡി എസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടിയുടെ ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ടിയുടെ ലിമിറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 0 to 1. നെക്സ്റ്റ് എക്സ് വൈ ഇസഡ് അല്ലെ, എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്. അതിവിടെ നോക്കിയാൽ മനസ്സിലാവും. ആർ ഓഫ് ടിയിൽ നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് എക്സ് എന്താ വൈ എന്താ സെഡ് എന്താ തന്നിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ടി ഇൻറ്റു 3t സ്ക്വയർ ഇൻറ്റു 6t ക്യൂബ് ദാറ്റ് ഈസ് ടി ഇൻറ്റു 3t സ്ക്വയർ ഇൻറ്റു 6t ക്യൂബ്. ഇതാണ് എന്ത്? എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആർ ഡാഷ് ഓഫ് ടി അല്ലെ, നോം ആർ ഡാഷ് ഓഫ് ടി. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 പ്ലസ് 18t സ്ക്വയർ നെക്സ്റ്റ് ഇൻറ്റു ഡി ടി. ഇത് വൃത്തിയിൽ തെറ്റിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസർ ആയി അല്ലെ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 നെക്സ്റ്റ് 18t സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് ഇൻറ്റു ടി അല്ലെ. ദാറ്റ് ഈസ് ടി റേസ് ടു 6 നെക്സ്റ്റ് ഇൻറ്റു 1 പ്ലസ് 18t സ്ക്വയർ ഡി ടി. സിമ്പിൾ ഇന്റഗ്രൽ സാധാരണ 1 പാരാമീറ്ററിലുള്ള നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഇന്റഗ്രൽ ആണ് അല്ലെ. ദാറ്റ് ഈക്വൽ ടു 18 ആണെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 18 ബാക്കി ഇന്റഗ്രൽ 0 to 1 t സ്ക്വയർ t raised to 6 പ്ലസ് 18 t raised to 6 into t raised to 6 into t square that is 18t power 8 എന്ന് എഴുതാം അല്ലേ into dt. That equal to 18 into integral 0 to 1 t raised to 6 that is t raised to 7 divided by 7 plus 18 into t raised to 9 divided by 9. Upper limit lower limit substitute ചെയ്ത് കഴിഞ്ഞാൽ 0 to 1. Simple ഫോമിലേക്ക് മാറി. Okay, that is that's equal to 18 into upper limit substitute ചെയ്യുമ്പോൾ 1 divided by 7 plus ഇവിടെ 8 and 18 and 9 cancel ചെയ്യാം 2 വരും അല്ലേ. that is 2 upper limit മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 പ്ലസ് 0 വരും. കാരണം ടിക്ക് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് 0 വരും. that equal to 18 into 1 divided by 7 plus 2. that equal to 18 into next cross multiple ചെയ്യാം അല്ലേ. that is 1 plus 14 divided by 7. that equal to 18 into 15 divided by 7. that equal to 18 into 15. 18 into 15 എന്ത് വരും? that is equal to 270 വരും അല്ലേ. that is 270 divided by 7. ഇതാണ് ഫൈനൽ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ വിത്ത് റെസ്പെക്ട് ടു എസ് that is ആർക്ക് ലെങ്ത് പാരാമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ആൻസർ.
ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സെഡ് ഡി എക്സ്. അല്ലെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് എക്സ് അറിയാം അല്ലെ, എക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എക്സ് ഈക്വൽ ടു ടി ആയിരുന്നു, എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു 3t സ്ക്വയർ ആയിരുന്നു, z is equal to 6t ക്യൂബ് ആയിരുന്നു. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, dx എന്താ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. ദാറ്റ് ഈസ് dx divided by dt. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dx divided by dt എന്ത് വരും, ദാറ്റ് ഈസ് 1 അല്ലെ. ദാറ്റ് ഈസ് dx ഈക്വൽ ടു dt എന്ന് കിട്ടും. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണിയുള്ളൂ. കാരണം dx എന്താ നമുക്കറിയാം, z എന്താ അറിയാം, y എന്താ അറിയാം, x എന്താ അറിയാം, ലിമിറ്റ് ടിയുടെ ലിമിറ്റ് ആണ്. ഏത് പാരാമീറ്ററിലേക്കാണ് നമ്മൾ കംപ്ലീറ്റ് മാറ്റുന്നത്, അതിന്റെ ലിമിറ്റ് ആണ് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore this equal to ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 0 to 1. നെക്സ്റ്റ് x into y into z, അത് നമ്മൾ തൊട്ട് മുൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വീണ്ടും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. x into y into z നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 18t raised to 6 അല്ലെ. ദാറ്റ് ഈസ് 18t raised to 6 into dx അല്ലെ. എന്താണ് dx? dx പറഞ്ഞു കഴിഞ്ഞാൽ dt ആണ്. ദാറ്റ് ഈസ് into dt. That equal to 18 outside എടുക്കാം. That is integral 0 to 1 t raised to 6 into dt. That equal to 18 into t raised to 7 divided by 7. Upper limit lower limit substitute ചെയ്ത് കഴിഞ്ഞാൽ 0 to 1. That equal to 1 by 7 minus 0 അല്ലെ. That is 18 into upper limit 1 divided by 7 minus lower limit 0. That's equal to 18 divided by 7. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ മെത്തേഡ്. കാരണം നമുക്ക് അതിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി, ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സെഡ് ഡി വൈ അല്ലെ. എല്ലാ കാര്യവും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി, ദാറ്റ് ഈസ് 0 to 1 എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് നമുക്കറിയാം. ദാറ്റ് ഈസ് 18, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് അത് എടുത്ത് എഴുതാൻ പോവാണ്. 18t raised to 6 ഇൻറ്റു നെക്സ്റ്റ് വൈ നമുക്കറിയാം. വൈ ഈക്വൽ ടു എന്തായിരുന്നു, വൈ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ടി ആയിരുന്നു, വൈ ഈക്വൽ ടു 3t സ്ക്വയർ ആയിരുന്നു. നെക്സ്റ്റ് z ഈക്വൽ ടു 6t ക്യൂബ് ആയിരുന്നു അല്ലെ. ഇവിടെ dy ആണ് തന്നിട്ടുള്ളത്. therefore ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, dy divided by dt കണ്ടുപിടിക്കാം. dy divided by dt എന്താണ്, ഇതിനെ y നെ വിത്ത് റെസ്പെക്ട് t ചെയ്യുമ്പോൾ 6t അല്ലെ. ഇതിന്ന് dy നമുക്ക് എടുത്ത് എഴുതാം അല്ലെ. y നെ dt നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ dy ഈക്വൽ ടു 6t into dt, 6t into dt അല്ലെ. ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 6t into dt. That equal to 18 നമുക്ക് പുറത്തേക്ക് എടുക്കാം, 6ഉം നമുക്ക് എന്ത് ചെയ്യാം, 18 into 6 അതും പുറത്തേക്ക് എടുക്കാം. That is into ആണ്, പോയിന്റ് അല്ല. That is this into this. Integral 0 to 1. Next t raised to 7 divided by t raised to 7 into dt. That equal to എന്താണ്, 18 into 6 ഞാൻ സൈഡിൽ എഴുതാം. That is 18 into 6 48, that is 4, that is 108. That is 108 into integral 0 to 1 t raised to 7 into dt. That equal to 108 t raised to 8 divided by 8. Upper limit lower limit substitute ചെയ്യാം. That equal to 0 to 1 അല്ലേ. That equal to 108 into upper limit 1 by 8 minus lower limit 0. That is 108 divided by 8. 108 divided by 8 അല്ലേ. ഒന്നും കൂടി കാൽക്കുലേറ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 27 divided by 2 ആൻസർ കിട്ടും. ഓക്കെ, ചെക്ക് ചെയ്യാം ശരിയാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം മെത്തേഡ്, ഇതേ മെത്തേഡാണ് നമ്മൾ വീണ്ടും ചെയ്യാൻ പോണത്. ദാറ്റ് ഈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സെഡ് ഡി സെഡ് അല്ലേ. നമുക്ക് എക്സ് വൈ സെഡ് അറിയാം, z എന്താന്നുള്ളത് അറിയാം. ദാറ്റ് ഈസ് z is equal to എന്തായിരുന്നു, z equal to 6t ക്യൂബ് ആയിരുന്നു അല്ലെ. 6t ക്യൂബ് ആയിരുന്നു. എന്താണ് dz divided by dt, that's equal to
18t². അല്ലേ? ദാറ്റ് ഈസ് dz. എന്താണ് dz? dz ഈക്വൽ ടു ദാറ്റ് ഈസ് 18t² into dt. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് this equal to integral 0 to 1 next 18t raised to 6 into അല്ലെ 18 x into y into z 18t raised to 6 ആണ്. അതേ into next 18t² dt. 18 into 18 square നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം അല്ലെ? ദാറ്റ് ഈസ് 18 square into integral 0 to 1 t raised to 8 into dt. That equal to 18 square into t raised to 9 divided by 9. That equal to 0 to 1 limit. That is 18 square. Next 1 by 9 minus lower limit എടുക്കുമ്പോൾ 0 വരും. That equal to എന്താണ് 18 square 18 into 18 divided by 9. ഇത് രണ്ടും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലേ? That is 2 into 18 that equal to 36. ഇതാണ് മെത്തേഡ്. ഈ ഒരു മെത്തേഡാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു സെഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.